നമസ്കാരം, വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറയുന്നതിന് മുമ്പേ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെയധികം നന്ദി പറയുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരുമായിട്ടും ഷെയർ ചെയ്യണം. പിന്നെന്താ, അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന്. ഇന്നൊരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണ് കറിയിൽ ചേർത്തിരിക്കുന്നത്. ഫ്രൈഡ് ഫിഷ് കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് കറിയിൽ വേണ്ടുന്നത് അതൊക്കെ നമുക്ക് നോക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടിയിട്ട് അരമണിക്കൂർ എടുത്തു വെക്കണം. ഫിഷ് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, ഇത് രണ്ടുമാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയില. പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 10 വറ്റൽമുളക് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണിത്. ടൊമാറ്റോ സോസ് വേണം. പിന്നെ 5 കരിമീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ മീൻ ഏത് വേണമെങ്കിലും എടുക്കാം ഈ കറിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ 5 കരിമീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കറി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന ഓയിലുണ്ടെങ്കിൽ അതേ ഓയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റാൻ വേണ്ടി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളക് അരച്ചതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം സവാള ചേർത്തിട്ട് വീണ്ടും വഴറ്റാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം. പിന്നീട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളവും ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിനിടയിൽ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഉപ്പ് മാത്രമല്ല, ടൊമാറ്റോ സോസും കുറവായിരുന്നു. രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് കറിയിലേക്ക് ആദ്യം 1/2 ടേബിൾ സ്പൂൺ ആയിരുന്നു ചേർത്ത് കൊടുത്തത്. പക്ഷേ 1 ടേബിൾ സ്പൂൺ തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കറിയിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫ്രൈഡ് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.